ഇതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയുന്നത് പോലെ ആയിപ്പോയി ബീഹാറിൽ ഇന്ത്യ മുന്നണി ഈ അവസാന നിമിഷം നടത്തിയ പ്രഖ്യാപനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇന്ന് പ്രചാരണം അവസാനിക്കാനിരിക്കെ കർഷകരെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ച് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് നടത്തിയിരിക്കുന്നത്. അതായത് സഖ്യം അധികാരത്തിലെത്തുന്ന പക്ഷം താങ്ങുവില കൂടാതെ നെല്ലിന് ക്വിന്റലിന് 300 രൂപയും ഗോതമ്പിന് ക്വിന്റലിന് 400 രൂപയും വീതം നൽകുമെന്ന അതിശയിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ഈ അവസാന നിമിഷം നടത്തിയിരിക്കുന്നത്. കൂടാതെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും പ്രൈമറി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും അധ്യക്ഷ സ്ഥാനത്തുള്ളവർക്ക് ജനപ്രതിനിധികളുടെ സ്ഥാനം നൽകുമെന്നും തേജസ്വി പ്രഖ്യാപിച്ചത് ഒരു വേറിട്ട പ്രഖ്യാപനമായിരുന്നു. അധികാരത്തിലെത്തിയാൽ മകരസംക്രാന്തി ദിനമായ ജനുവരി 14-ന് മായി ബഹൻ മാൻ യോജന പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ഒരു കൊല്ലത്തേക്കുള്ള 30,000 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാഗ്ദാനവും ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുകയാണ്. അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ നേരിട്ട് അക്കൗണ്ടിൽ നൽകുന്നതാണ് മായി ബഹൻ മാൻ യോജന. ഡിസംബർ 1-ാം തീയതി മുതലാണ് പദ്ധതി ആരംഭിക്കുക. പ്രതിവർഷം 30,000 രൂപ വീതം അടുത്ത 5 കൊല്ലത്തേക്കും നൽകും. അത് മകരസംക്രാന്തി ദിനത്തിലാണ് നൽകുന്നത്. വോട്ടർമാരുടെ പകുതിയിലേറെ വരുന്ന സ്ത്രീ വോട്ടർമാർ ഇന്ത്യ മുന്നണിയുടെ കൈപിടിച്ചതോടെ BJP മുന്നണിക്ക് വാഗ്ദാനം നൽകാനും വാക്കുപോലും പ്രയോഗിക്കാനും സമയമില്ലാതെ ആയിരിക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും BJP-യുടേതായതുകൊണ്ട് ഒന്നും നൽകാതെ ഈ അവസാന കാലം പ്രഖ്യാപനങ്ങൾ നൽകിയാൽ അത് അതിനേക്കാളും വിരോധാഭാസമാകും എന്നുള്ളത് BJP-ക്ക് തന്നെ അറിയാം. ഏതായാലും 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം മറ്റന്നാളും 2-ാം ഘട്ടം 11-ാം തീയതിയും നടക്കും. 14-ന് വോട്ടെണ്ണലും നടക്കും. വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയ കാഹളമായിരിക്കും മുഴങ്ങാൻ പോകുന്നത് എന്നതാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്.